ഇവിടെ വന്നപ്പോ ഓരോരുത്തരും എന്നോട് പറഞ്ഞു സാറേ നൂതനേശൻ ചെറുപ്പക്കാരന്റെ ശൈലിയടാ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ വളരെ അഹിതകരമായ ആശ്വാസകരമായ വേഷവിധാനം നടത്തി ആ വേഷവിധാനത്തിലൂടെ ഏറ്റവും വലിയ ഫ്രീക്കൻ മോഡലുകളാൽ മൊബൈലാറ്റി റീചാർജ് ചെയ്ത് ഈ വൈകുന്നേരങ്ങളിലൂടെ സ്കൂട്ടറിന്റെ സൈലൻസറിന്റെ പൂട്ടും കട്ട് ചെയ്ത് അരോചകമായ ശബ്ദമുണ്ടാക്കി നിരത്തുകളിലൂടെ തീർപ്പായുന്ന ചെറുപ്പക്കാരാ ആദ്യമായിട്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത് വഴിതെറ്റുന്ന ന്യൂ ജനറേഷനോട് എനിക്ക് പറയാനുള്ളത് ഈ സൈലൻസറിന്റെ പൂട്ടും കട്ട് ചെയ്ത് ശബ്ദ മലിനീകരണത്തിലൂടെ അസ്വാരസ്യമായ ശബ്ദമുണ്ടാകും ഈ റോഡിലൂടെ മത്സരത്തോടെ പാഞ്ഞു പോകുമ്പോ ശ്രദ്ധിക്കണേ പൊന്നുമോനെ കയ്യൊന്ന് തെറ്റിയാൽ താളമൊന്ന് പടച്ചാൽ നഷ്ടപ്പെടുന്നത് വീട്ടിൽ കണ്ണീരോടെ കാത്തു നിൽക്കുന്നതിന്റെ ഉമ്മക്ക അന്ന് പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവരുന്ന വാപ്പക്ക എല്ലാവരുടെ വഴിയരികിലൂടെ നീ വൈകോടിച്ചു കൊണ്ടുപോകുമ്പോ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നതിന്റെ കാമുകിക്കൊന്നും നഷ്ടപ്പെടാനില്ല നോക്കി നിന്നിട്ട് കൂടെ നിന്ന് കൈയടിക്കുന്ന ചെറുപ്പക്കാരനൊന്നും നഷ്ടപ്പെടാനില്ല പലപ്പോഴും ഞാൻ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഈ എടപ്പള്ളി വഴിയിലൂടെ പോകുമ്പോ എടപ്പള്ളിയിലെ ട്രാഫിക് ഗതാഗതം നമുക്കറിയാമല്ലോ ആ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുമ്പോഴും പുറകിൽ കൂട്ടുകാരനെ വെച്ച് നിരന്ന് കിടക്കുന്ന വാഹനങ്ങളുടെ ഇടയിലൂടെ വൈദഗ്ധ്യത്തോടെ വല്ലാത്ത ശബ്ദമുണ്ടാക്കി സൈലൻസറെ കട്ട് ചെയ്ത് പാഞ്ഞു പോകുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്നല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരാ മടുത്തത്തിനെടുത്ത് താരാട്ട് പാടിയതുകൊണ്ട് ഇന്ന് രാവിലെ പോലും നിന്നെ ഇറക്കി വിട്ട് നിന്റെ പ്രിയപ്പെട്ട മാതാവ് വീട്ടിൽ കാത്തിരിപ്പുണ്ട് നിന്റെ പിതാവ് നിന്നെ കാത്തിരിപ്പുണ്ട് നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെടുന്നത് അവർക്ക് മാത്രമാ എന്ന് മാത്രമല്ല ഇത് ഖുർആൻ പ്രബോധകൻ എന്ന രീതിയിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാ ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരോട് ഈ സൈലൻസറെ കട്ട് ചെയ്ത് അരോചകമായ ശബ്ദമുണ്ടാക്കിയിട്ട് നിങ്ങൾ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങളോട് പറഞ്ഞതാണെന്നറിയോ നിങ്ങളുടെ പിതാവായ അല്ലാഹു തന്നെയാ സൈലൻസറിൽ കട്ട് ചെയ്തിട്ട് അരോചകമായ ശബ്ദമലിനീകരണം ഉണ്ടാകും വൈദ്യുകൾ വായിക്കുന്ന ചെറുപ്പക്കാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗതാഗതത്തിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണ് ഖുർആനും ഗതാഗത നിയമങ്ങളും എന്നൊരു വിഷയം തന്നെ ഞാൻ പലപ്പോഴും ജുമയ്ക്ക് സംസാരിച്ചിട്ടുണ്ട് അല്ലാഹു ഗതാഗത നിയമത്തെ കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ട് എന്താ ഗതാഗത നിയമം എന്നറിയോ അല്ലാഹു പറയാ വഖസിദു ഫീ മശീക വഗദു മിൻ സൗതി ഇന്ന അൻകറ അസ്വാതില സൗത ഹമീർ അറിയില്ലെങ്കിൽ ഖുർആനിൽ നിന്ന് പഠിച്ചുകൊള്ളുക സൂറത്തുൽ ഖുമാർ അല്ലാഹു പറയാ നമ്മളൊക്കെ റോഡിലൂടെ പോകുമ്പോൾ വലതു ഭാഗത്ത് ട്രാഫിക്കിന്റെ ബോർഡിൽ സ്പീഡ് ലിമിറ്റ് എഴുതി വെക്കാറുണ്ട് സ്പീഡ് ലിമിറ്റ് 60 km/h അതല്ലെങ്കിൽ സ്പീഡ് ലിമിറ്റ് 80 km/h 80 കിലോമീറ്ററിൽ മണിക്കൂറിൽ 80 കിലോമീറ്റർ സ്പീഡിലാണ് അമിത വേഗത ആപത്താണ് ആദ്യമായി ലോകത്തോട് പറഞ്ഞത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഒരു മണിക്കൂറിൽ 20 കിലോമീറ്റർ സ്പീഡിൽ പോലും സഞ്ചരിക്കാൻ കഴിയാത്ത ഒട്ടകമെന്ന വാഹനം മാത്രം മരുഭൂമിയിലൂടെ ഓടിച്ചുകൊണ്ട് നടക്കുമ്പോ ആ കാലഘട്ടത്തിലാണ് ഒട്ടകത്തെ വാഹനമായി ഉപയോഗിച്ച കാലഘട്ടത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ ഓതി പറയുന്നത് നിന്റെ സഞ്ചാര മേഖലയിൽ മിതത്വം കാണിക്കണേ അമിതമായ വേഗത എടുക്കരുത് നിന്റെ സഞ്ചാര മേഖലയിൽ മിതത്വം കാണിക്കണേ ഓവർ സ്പീഡ് പാടില്ല മാത്രമല്ല ഭഗവമിന് സൗചിക നിന്റെ ശബ്ദം താഴ്ത്തണേ നീ സഞ്ചരിക്കുമ്പോൾ നീ യാത്ര ചെയ്യുമ്പോ നിന്റെ ശബ്ദം നീ താഴ്ത്തിക്കളയണേ സൈലൻസറെ കട്ട് ചെയ്തിട്ട് ശബ്ദമലിനീകരണമുണ്ടാക്കി യാത്ര ചെയ്യുന്നത് അനുവദനീയമല്ലെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ബോധിപ്പിക്കുമ്പോ അല്ലാഹു പറയാ ഏറ്റവും അരോചകമായ ശബ്ദം കരുതയുടെ ശബ്ദമാ ആളുകൾക്ക് അരോചകത്വമുണ്ടാക്കുന്ന ശബ്ദങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ യാത്ര ചെയ്യരുതേന്ന് ഖുർആൻ പറയുമ്പോ അങ്ങനെയൊന്നും യാത്ര ചെയ്താക്കുന്നത് ഖുർആനിന് എതിര് പ്രവർത്തിക്കലാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരാ അല്ലാഹു സുബ്ഹാനഹു വ തആല രാപ്പകലില്ലാതെ ഇങ്ങനെ അടിച്ചു പൊളിച്ചിട്ട് മുമ്പിലൂടെ
ആളുകളുടെ മുമ്പിലൂടെ ആഡംബരത്തിന്റെ ഭാവം കണ്ടിട്ട് ധരിക്കാനല്ല അള്ളാഹു നമ്മോട് പറഞ്ഞതെന്തെന്നറിയോ? അള്ളാഹുവിന്റെ പരലോകത്തെ ഭയന്നിട്ട് ജീവിതത്തിലെ നൈതികതയിലൂടെ ജീവിക്കുക. ആണും പെണ്ണും കലർന്നിട്ടുള്ള ഈ ജീവിതത്തിന് അവസാനം കൊടുക്കുക. ആണും പെണ്ണും തമ്മിലുള്ള ജീവിതം പ്രണയമെന്ന 3 അക്ഷരത്തിന് മുമ്പ് ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തെ ഏറ്റവും അസുഖവൽക്കരിക്കുന്ന ആധുനിക ലോകം